അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മുളകും എന്ന തട്ടുകടയിലേക്കാണ് പോകുന്നത്. എന്നാ ഞാൻ ഒരു 2 ഗ്രേവി. ഇതൊക്കെ എന്താ? കറി, ബീഫ് കറി. ഓ, ബീഫ് ലിവർ. നല്ല ടേസ്റ്റ്. എന്ത് ഫ്ലേവറാ! ചൂടാ ഭയങ്കരതാണ്. പൊളി സാധനം, പൊളി, സൂപ്പർ ഇട്ടാ. എല്ലായിടത്തും നന്നായിട്ടുണ്ട്. ഞങ്ങള് എന്നാ ശരി ശരി. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നത് ഇതൊക്കെ. അതായത് എന്റെ മുന്തിരി ഒരു സർബത്ത്. അതെ, പിടിച്ചോ പിടിച്ചോ. ഞങ്ങളൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിട്ടാ ലച്ചുവിന്റെ സ്കൂളില്. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ കളക്ട് ചെയ്യാൻ പോവാ. എല്ലാവരും അല്ല, അനീഷയുടെ വീട്ടിൽ നിന്ന് എനിക്ക് എടുക്കണമല്ലോ അത്. കളക്ട് ചെയ്തിട്ട് അനീഷയുടെ വീട്ടിൽ പോയിട്ട് അത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്കത് കൊണ്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ചമയത്തിലാണ് കൊടുത്തത് ഞങ്ങള് KK റോഡിലുള്ള. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷയുടെ വീട്ടിൽ പോയിട്ട് അതെടുത്ത് പിന്നെ അതെല്ലാം കൂടെ എല്ലാം ഒന്നിച്ചാക്കി ഞങ്ങക്ക് അവിടെ കൊണ്ട് കൊടുക്കണം. അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനീഷയുടെ വീട്ടിൽ പോയി കളക്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ ഡ്രസ്സ് കൊണ്ട് റിട്ടേൺ ചെയ്യും, ചമയത്തിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മുളകും എന്ന തട്ടുകടയിലേക്കാണ് പോകുന്നത്. പക്ഷെ സേതുവിന് വഴി അറിഞ്ഞൂടാ, അതെപ്പോഴും ഉള്ളതാണല്ലോ. പിന്നെ അതെവിടെ ഉള്ളതെന്ന് വെച്ചാ കറുകപ്പള്ളി അല്ല, പനമ്പള്ളി നഗർ. കറുകപ്പള്ളിയിലാണ് ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പെട്ടെന്ന്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. എന്ത് രസാ! എല്ലാ കൊല്ലം ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷു ആവുമ്പത്തേക്ക് എല്ലാം തീരും. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവണത്. എന്റെ വീട് ഇവിടെയാണ്. അപ്പൊ പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോഴും ഈ ഇങ്ങനെ കൊന്ന പൂക്കും. അപ്പൊ ഇങ്ങനെ വീഡിയോയിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കൊന്ന പൂക്കണ്? ചൂടുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് അമ്മയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ, നമ്മുടെ അന്നൊട്ടേ ഉള്ളതാണിത്. ഈ റോഡ് പണിതപ്പോ തൊട്ടുള്ളതാണ്. ഈ കൊന്ന അങ്ങനെയൊക്കെ ചോദിക്കൂലേ? നമ്മളെ ഈ വീടിന് ഇവിടെ തന്നെയാണല്ലോ സൈഡിൽ. എന്താണ് തോന്നണത്? അവര് ചോദിച്ചു സമയം എത്ര കഴിഞ്ഞ പാലൊന്ന് കേറി ഇതൊന്ന് കൊണ്ടേ കൊടുത്താലാണ് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഇതാവുള്ളൂ, അവസാനിക്കുള്ളൂ. കോസ്റ്റ്യൂം ഒക്കെ വണ്ടി ഇടാൻ പറ്റുമോ? അപ്പൊ നമ്മള് റിട്ടേൺ ചെയ്തു. നമ്മളിനി തട്ടുകടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ മാപ്പ് ഇട്ടിട്ടുണ്ട് ചെയ്തിട്ട്. ഇതാ അയ്യോ, മാപ്പ് മാപ്പ് ഇട്ട് വെച്ചേക്കുന്നത്. മാപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോണത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാ കണ്ടുപിടിച്ച്. മാപ്പ് ഇട്ട് വന്നപ്പോ ഞങ്ങക്ക് പെട്ടെന്ന് വരാൻ പറ്റി. ഉപ്പും മുളകും തട്ടുകട, അങ്ങോട്ട് പോവാണ്. സേതയുടെ മൈക്ക് ഓൺ ആക്കോ. ഇത് ഇവിടേക്ക് ഇരുന്ന് കഴിക്കാ. പിന്നെ നടക്കാനുണ്ട്. നമുക്കിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് പോകാം. ഇവിടെയാണ് കേട്ടോ സ്ഥലം. എന്തൊക്കെയുണ്ട്? ഒന്ന് കാണിച്ചു തരുമോ? ഹൈദരാബാദി ബിരിയാണി. ഇതെന്താ ഹൈദരാബാദി? ഇത് ഇതൊന്ന് കാണിച്ചു. മന്തി റൈസ്, ചിക്കൻ ബിരിയാണി 150. ഇത് റൈസ് ഉള്ളി റൈസ് മാത്രം 70. 80. 70. ഇവിടുത്തെ ഫ്രൈ ഫേമസ് ആണല്ലേ? ഏതാ എടുക്കണ ചെയ്തേട്ടൻ? ഇതൊരു ബിരിയാണി. എന്താ വേണ്ടേ? പിന്നെ ഒരു ഇതും വേണം കേട്ടോ, ചിക്കൻ. എന്നാ ഞാൻ ഒരു 2 പ്ലേറ്റ്. ഇവള് ഇത്രയും കഴിക്കൂല.
അന്നൊരു ഒരു പ്ലേറ്റ്, ഒരു ബിരിയാണി ഒരു പ്ലേറ്റും മതി. ഒരു ബിരിയാണി. ഇത് നിനക്ക് എന്താ വേണ്ട? മതിയോ ബിരിയാണി? മതിയാ? ആ മതി. അല്ല എനിക്ക് മന്തി റൈസ് എടുത്താലോ? ഇതെടുക്കണോ? ഹൈദരാബാദി വേണോ? ഹൈദരാബാദ് അതെടുത്തോ. ഹൈദരാബാദി ഹാഫ് അല്ലേ? ഹാഫ്. ആ മോൻ തരാടാ ഹാഫ്. പിന്നെ എനിക്ക് ഒരു ഇതും കൂടി വേണം, ചിക്കൻ ഫ്രൈ. ഒരു പ്ലേറ്റ് കൂടി തന്നോളൂ. ഒരു പ്ലേറ്റ് കൂടി തന്നോളൂ. ഗ്രേവി. ഇതൊക്കെ എന്താ? പിടിച്ചോളൂ. ഞാൻ പേയ്മെന്റ് ചെയ്യാം. ചിക്കനോ? ക്യാഷ് ചിക്കൻ കറി അല്ല ഗൂഗിൾ പേ ചെയ്യാം. എത്രയാണ്? ചില്ലി ചിക്കൻ, ബീഫ് കറി, ബീഫ് ലിവർ. ഇതെന്താ? ബീഫ് റോസ്റ്റ്. അത് കൊടുത്തത് കൊച്ചിന്. ചിക്കൻ ഹാഫ് ആക്കിയേക്ക്. ചിക്കൻ ചൂടാ ആണല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താ മതിയാ? കഴിക്കട്ടെ. കൊള്ളാം. ആണല്ലേ? ഇത് നോക്കട്ടെ. എനിക്ക് ഇതാ ലിപ്പിൽ ഇഷ്ടപ്പെട്ടത്. ആണോ? നല്ല ടേസ്റ്റ്. എന്ത് ഫ്ലേവറാ? ഏതിന്? ബിരിയാണിക്കാ? ഇതിന് അതെ, ഇത് ഇത്തിരി മസാല ടൈപ്പ് ആണല്ലോ ഹൈദരാബാദി. ഇത് നല്ലതാ, പക്ഷെ എനിക്ക് ഇതാ കൂടുതൽ ഇഷ്ടമായത്. ബീഫാണ് അത്? ഹൈദരാബാദ് ചിക്കൻ ആണല്ലേ? ചിക്കൻ ഫ്രൈയും കൂടെ നോക്കട്ടെ. ചൂടാ ഭയങ്കര. അതാണ് പൊളി സാധനം. പൊളി. നല്ല ടേസ്റ്റ്. എനിക്ക് ഒന്നും പറയാനില്ല. ചെയ്തിട്ട് ഇരിക്കേ. കഴിച്ചു നോക്കിയേ. കൊള്ളാടി. കഴിക്ക്, എന്നാലേ എനിക്ക് വീഡിയോയിൽ കിട്ടുള്ളൂ. ഏതാ നല്ലത്? ഇത് കഴിച്ചോക്കെ. ഞാൻ തന്നത് കഴിച്ചോക്കെ. സേതന് ഇത് ഇഷ്ടാവും ഇല്ലേ? ചിക്കൻ ഫ്രൈ കഴിച്ചില്ലല്ലോ. ഞാനും കഴിക്കട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇവിടെ നമുക്കങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഇല്ല. അവിടെ ഇവിടെ വഴിയില അങ്ങനെയൊക്കെ എന്നിട്ട് ഇരിക്കേണ്ടത്. രാത്രി വരികയാണെങ്കിൽ നല്ല വൈബാന്ന് തോന്നണം അല്ലേ? പക്ഷെ ടേസ്റ്റും കിട്ടാ. കരുതേ ഇന്നലെ ഇടാൻ മതിയാന്നല്ലേ? വെച്ചിന് അത്ര ഇഷ്ടമില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ഫുഡ്. സൂപ്പർ ആയിട്ടാ. ബിരിയാണി വേണോ ഇനി? കഴിച്ചോടാ. നല്ല അരിയാണ്. അനക്കല്ലേ? നല്ല അരിയാണ്. ആണല്ലേ? അതേ റൈസ് നല്ലതല്ലേ? ചിക്കൻ എങ്ങനെയുണ്ടടാ? എന്തായി? വേർക്കണില്ലേ? വെച്ച് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഉള്ളിൽ വേസ്റ്റ് ഇടുക. എത്ര മണി തൊട്ടാണ് കട എവിടെ ഓപ്പൺ ആവണേ? 12 മണി തൊട്ട് 3 മണി. ആളുകള് കാറ് കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കും ആളുകൾ. അങ്ങനെ കഴിക്കും ഫാമിലിയൊക്കെ വരുമ്പോ. ഇപ്പൊ രാത്രി വന്നാലും സെയിം ഐറ്റം ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ? അതൊക്കെ രാത്രിയുള്ളൂ ആണല്ലേ? രാത്രിയാണ് ഫുള്ള് അവിടെ ഓപ്പൺ ആകുക. അതൊക്കെ ഓപ്പൺ ആവും ആണല്ലേ? അതൊക്കെ നിങ്ങളുടെ കൗണ്ടർ തന്നെയാണ് അല്ലേ? ആണോ? അതിശ് ഞാനോർത്ത് വേറെ എല്ലായിടത്തും നന്നായിട്ടുണ്ട്. ഞങ്ങള് കണ്ടു വന്നതാ.
വളരെ ലൈറ്റ് ആണ് സംഭവം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൈസിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇനിയും വരാം. ശരി, താങ്ക് യു. പിന്നെ ഇവിടെ എന്തോ കോംബോ ഓഫ് അങ്ങനെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ ഉണ്ട്. അതെങ്ങനെയാണ്? മിക്സ് ആയി. അതാണ് ഞാൻ കണ്ടത് ഷോർട്സില്. ഫ്രൈനെ പറിച്ച് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചു. ഫ്രൈന് എത്രയായിരുന്നു? 100 രൂപ. ഓക്കെ, കൊള്ളാട്ടെ. ഒരു ദിവസം ഇറങ്ങാം. എന്നാ ശരി ശരി, ഓക്കെ. ഇതൊക്കെ ഇവരുടെ എന്നാ പറയണത്, ഇതൊക്കെ അല്ലേ? ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് ഓപ്പൺ ആവുള്ളൂ. ഇതാ കണ്ട, ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ടെന്ന് പറയട്ടെ. വൈകുന്നേരം നൂഡിൽസ്, കപ്പ, പിന്നെ ഫ്രൈഡ് റൈസ്, അതൊക്കെ ഉണ്ട്. കോംബോ റൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണിച്ചില്ല, അത് 3 റൈസ് കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് കോംബോ റൈസ്. അങ്ങനെയും വാങ്ങി കഴിക്കാട്ടോ. ഇത് വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണത്. കോപ്പറേറ്റീവ് ലോഞ്ചിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ തട്ടുകട വന്നിട്ട് കേട്ടാ. കണ്ടില്ലേ? ഇതിന്റെ തൊട്ടിപ്പുറത്ത് ജസ്റ്റ് നിയർ ആണ് പനമ്പള്ളി അപ്പാർട്ട്മെന്റിന്റെ. പിന്നെ നമുക്ക് വണ്ടികളാണെങ്കിൽ ഇവിടെയൊക്കെ ഒതുക്കിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കാറിന്റെ അങ്ങോട്ട് പോട്ടെ, നല്ല വെയില്. പിന്നെ ഇവിടെ കുറെ ബെഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടാ. രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് ഇരുന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം, ഇതിൽ കഴിക്കാം. മരങ്ങളുള്ളതുകൊണ്ട് പക്ഷികളുടെ കാഷ്ടൊന്നും ഇവിടെ കാണില്ല, ഇരിക്കാതിരിക്കും. നമ്മളിത് ചെയ്തിട്ട് മരുന്നുള്ളൂ. വണ്ടി വന്നു, അപ്പൊ ഞാൻ കേറട്ടെ. ഇപ്പൊ ഇന്ന് കഴിക്കായിരുന്നു. ഇനി അടുത്ത ലൊക്കേഷൻ എവിടെയാണ് ചെയ്തിട്ടാ പറഞ്ഞേ? ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. അത് എവിടെയെന്ന് അറിയോ? തൃപ്പൂണിത്തറ സ്റ്റീൽ ഗ്ലാസ്സിലെ സർബത്ത്. ഞാൻ ഇതുവരെ സ്റ്റീൽ ഗ്ലാസ്സിലെ സർബത്ത് കുടിച്ചിട്ടില്ല. നമ്മള് ഒരു സ്പെഷ്യൽ സർബത്ത് കുടിക്കാൻ വേണ്ടിട്ടാണല്ലോ തട്ടുകടയിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ആ കട അടച്ചേക്കുന്നത് സൺഡേ അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒരു മുന്തിരി ജ്യൂസ് തൃപ്പൂണിത്തറയിലുള്ള വൈറൽ കടയാണ്. അപ്പൊ ഇന്ന് അവിടെ നിന്നാവാന്ന് വിചാരിച്ചു. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ് കേട്ടാ. അത് നമുക്ക് നോക്കാം. ലച്ചു കഴിച്ചിട്ടില്ല. ലച്ചുന് വേണ്ടേ? നിങ്ങക്കൊക്കെ എന്താ വേണ്ടേ? മുന്തിരി കട്ട് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നത് വേണമെങ്കിൽ കാല് തിരിഞ്ഞു പോയി ചെരുപ്പിട്ടത്. ചെരുപ്പ് ഷൂ അല്ലല്ല, ഞാനിപ്പോ ഇവിടെ കയറി. അതായത് ഇതുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്. മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ പാലും ബൂസ്റ്റും പഞ്ചസാരയും, പഴമില്ല കേട്ടോ. പിന്നെ സംഭാരം ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞേക്കണത് സർബത്ത. ഞാൻ അന്ന് മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ടല്ലോ. ആ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാലോ. 2 മുന്തിരി, ഒരു സർബത്ത്. പിന്നെ ഇവിടെ കുഞ്ഞു പലഹാരങ്ങളുണ്ട് കേട്ടോ. അതിങ്ങനെ മിക്സറിന്റെ ഒക്കെ. അതെ, പിടിച്ചോ പിടിച്ചോ. തണുത്തത് അങ്ങനെയുണ്ട്. കുറച്ചുകൂടി ഇരുന്നോ മോനെ? ഈ കസേരയിലിരുന്നോ? ഇഷ്ടപ്പെട്ടാ നോക്കിയ കൊച്ചിന്? ഇഷ്ടമായാ? അടിപൊളി ടേസ്റ്റ് അല്ലേ? എന്റെ സർബത്ത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ, സ്ട്രോ വേണമെന്നില്ല, കുഴപ്പമില്ല. മാറിക്കൊടുക്ക അവിടെ ഇരുന്നു. പൈസ കൊടുക്കട്ടെ. എത്രയാപ്പോ? അങ്ങനെ നമ്മള് മുന്തിരി ജ്യൂസും സർബത്തും കുടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചെയ്തത് എത്ര രൂപ ടോട്ടല്? 80 രൂപ. 20 അല്ലേ? 20 ആ, 20 ഓ, സോഡ 30 രൂപയ്ക്ക് ഇപ്പൊ മുന്തിരി ജ്യൂസിന് ആയിരിക്കില്ലേ? നേരത്തെ 20 എന്നുള്ള
30 അല്ല 20 ആണെന്നുണ്ടെങ്കിൽ 40-60 രൂപയല്ലേ ആവുള്ളൂ. അത് ശരിയാ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നിസാരം ബൈരാഗി. ബൈ ബൈ. സേതന ബൈ തരാൻ പറ്റില്ല. ലച്ചു ബൈ കൊടുത്ത്. ബൈ. ഓക്കെ. എന്ത് രസമാണ്.